അപ്പോൾ പൈസീസ് മെയ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഞാൻ കാണുന്നത് ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷെ മെയ് മാസത്തിൽ ആ ക്ലാരിറ്റി വരുന്നുണ്ട്. ഇതെന്താണ് എക്സാക്ട്ലി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് അവിടെ വരണമെന്ന് റീഡിംഗിൽ കാണാം. അപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ്. അപ്പൊ ഇത് പൈസീസ് സൺ, മൂൺ, റൈസിങ്, വീനസ്, എസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ് ഇവിടെ ഞാൻ കാണുന്നത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് ഒരു ഡിസിൻട്രസ്റ്റഡ് എനർജിയാണ്. നിങ്ങൾക്ക് ഒന്നിലും അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത മാതിരി, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി, എനർജി ലെവൽസ് ലോ ആണ്. ഓഫേഴ്സ് കുറേ വരുന്നുണ്ട്. ഇത് കരിയർ ഓഫേഴ്സ് ആവാം, റൊമാൻറ്റിക് ഓഫേഴ്സ് ആവാം, ജനറൽ ഓഫേഴ്സ് ആവാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത മാതിരി. പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഡി ആവണം, ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ റെഡി ആവണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു മെന്റൽ കേജിലാണ്. ഓക്കെ, മെന്റലി നിങ്ങൾക്ക് ഒരു ചോയ്സ് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയി അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഇപ്പൊ ഇത് എന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പൊ എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടായി. ഇത് റിലേഷൻഷിപ്പിലായിരുന്നോ ജോബിലായിരുന്നോ, എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു മാറ്റം. മുമ്പത്തെ മാതിരി അല്ല നിങ്ങൾ കാര്യങ്ങളിപ്പോൾ പ്രോസസ്സ് ചെയ്യണത്. നിങ്ങളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണത് ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഇന്റേർണലി ആയിരിക്കാം, എക്സ്റ്റേർണലി ആവാം. കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു എൻഡിങ്ങും ആവാം, ഒരു റിലേഷൻഷിപ്പിൽ എൻഡിങ് ആവാം, ഒരു ജോബിൽ എൻഡിങ് ആവാം. കിങ് ഓഫ് പെന്റക്കിൾസ് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. നിങ്ങൾ ഡീൽ ചെയ്യണ ഒരു പേഴ്സൺ ഒരു വർക്കഹോളിക് ആയിരുന്നു. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു ഈ റിലേഷൻഷിപ്പിൽ, പക്ഷെ ഒരു വൺ സൈഡഡ് എനർജി മാതിരി ആയിരുന്നു പാസ്റ്റിൽ. അതുകൊണ്ട് എന്തോ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വന്നു, ചേഞ്ചസ് വന്നു. ചിലവർക്ക് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇത് ജോലിയുടെ കാര്യമാണ് വെച്ചാൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു, പക്ഷെ ആ ജോലിയിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഇല്ല എന്ന് തോന്നി. അതുകൊണ്ട് ഒരു എൻഡിങ് ഞാൻ കാണുന്നു. അതല്ല വെച്ചാൽ നിങ്ങൾ മാറാൻ നോക്കുന്നുണ്ട്, ജോബ് ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ മെയ് മാസത്തിൻ്റെ എനർജി. അപ്പോൾ മെയ് മാസത്തിൽ ഞാനൊരു റൊമാൻറ്റിക് മെസ്സേജ് ആണ് കാണുന്നത്. ഇതൊരു പുതിയ പേഴ്സൺ ആവാം, ഹൈ പ്രീസ്റ്റസ്. പക്ഷെ ഇത് എന്തോ ഒരു സീക്രട്ട് ആയിട്ടാണ് നിങ്ങൾ വെക്കണത്. എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ ഇവിടെ ഷുവർ ആയിരിക്കില്ല ഈ പേഴ്സണെ കുറിച്ച്. ഇതൊരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു റൊമാൻറ്റിക് ഫ്ലേർട്ടിങ് എനർജി കാണാണ്ട്. പക്ഷെ ഇതൊരു സീക്രട്ട് എനർജിയാണ്. ആർക്കും അറിയില്ല നിങ്ങൾ രണ്ടാളും കോണ്ടാക്റ്റിലാണെന്ന്. ആർക്കും അറിയില്ല നിങ്ങൾ രണ്ടാളുടെയും ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ കിങ് ഓഫ് സോഡ്സ് വന്നിരിക്കണു. അപ്പൊ എല്ലാം കിങ്സ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പാസ്റ്റിൽ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ്, മേല് കിങ് ഓഫ് വാൻഡ്സ്, ഫ്യൂച്ചറിൽ കിങ് ഓഫ് സോഡ്സ്. അപ്പോ ഇതൊക്കെ സെയിം പേഴ്സൺ ആവാൻ വേണച്ചാ. അപ്പൊ 2 ഓഫ് കപ്സ് ഫ്യൂച്ചറിലാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഫൈനലി ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഫ്യൂച്ചറിലാണ്. ഇപ്പോൾ ഈ മെയ് എനർജിയും ഒരു സ്റ്റേബിൾ എനർജി ആയിരിക്കില്ല. എന്താ വെച്ചാൽ അവിടെയും ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ നിങ്ങളുടെ മാച്ച് ചെയ്യണ ഒരു പേഴ്സൺ നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ തുടക്കം ആദ്യം ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. കുറെ ക്ലാരിറ്റി വരണ എനർജി കാണാണ്ട്, ഒരു ലവ് റിലേഷൻഷിപ്പ് കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് മെയ് മാസത്തിൽ 7 ഓഫ് വാൻഡ്സ് ആണ്. ചില ബ്ലോക്സ് ഉണ്ട് ഈ മാസം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇത് ഫിനാൻഷ്യൽ ബ്ലോക്സ് ആവാം, ഫാമിലിയുടെ സൈഡിൽ നിന്ന് ബ്ലോക്സ് ആവാം. അതുകൊണ്ട് നിങ്ങൾ ഷുവർ അല്ല എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ, എന്താ തീരുമാനിക്കണ്ടേ, ഷുവർ അല്ല.
നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേഗം ഒരു തീരുമാനം എടുക്കണം എന്നൊരു പ്രഷർ ഉണ്ട് മനസ്സിൽ. പക്ഷെ എന്താ വേണ്ടെന്ന് അറിയില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ ഫാമിലി അവർ അപ്രൂവ് ചെയ്യണില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അങ്ങനത്തെ എന്തെങ്കിലും ആവാം എനർജി. അപ്പോൾ 4 സോഡ്സ് ആണ് അഡ്വൈസ് ആയിട്ട് വന്നിരിക്കണേ. യൂണിവേഴ്സ് നിങ്ങളോട് ഈ മാസം നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്ത് സൂക്ഷിക്കണം. കുറേ സ്ട്രെസ്ഫുൾ എനർജി കാണാണ്ട്, ഇവിടെ കുറേ കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയും ഉണ്ട്. മെൻ്റലി നിങ്ങൾ കുറേ ടയേർഡായിരിക്കും. എന്താ വെച്ചാൽ മെൻ്റലി ആണ് നിങ്ങളുടെ കുറേയൊക്കെ എനർജി പോണത്. ഓക്കെ, കുറേ ഓവർ തിങ്കിങ്, സ്ട്രെസ്, കോൺഫ്ലിക്റ്റ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് സ്റ്റേബിളൈസ് ചെയ്യാനാണ് പറയണേ. ഒരു ബാലൻസ് കൊണ്ടുവരുത്താന്നാണ് പറയണേ നിങ്ങളുടെ ലൈഫിൽ. സർപ്രൈസ് ഫാക്ടറിൽ പേജ് ഓഫ് കപ്സ്, ഒരു പുതിയ തുടക്കം. ഇത് പക്ഷെ എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ചസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു വലിയ മാറ്റമായിരിക്കും. 2 ഓഫ് പെൻറ്റിക്കിൾസ്, അപ്പം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇല്ല എനർജി ഞാൻ കാണുന്നുണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചൂസ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ അതും ഒരു എനർജി ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ആൾക്കാർ നിങ്ങൾ മീറ്റ് ചെയ്യണോ, അപ്പോൾ അതിൽ ഏത് പേഴ്സണെയാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അങ്ങനത്തെ ഒരു എനർജിയും ആവാം. എന്താ വെച്ചാൽ നിങ്ങൾ ജഗൽ ചെയ്യാണ്. എന്താ വേണ്ടേ, ചെയ്യണോ വേണ്ടേ, മുമ്പോട്ട് പോകണോ, ഷുവർ അല്ല നിങ്ങൾ. പക്ഷേ ക്വീൻ ഓഫ് കപ്സ് ആണ് ഔട്ട്കം ആയിട്ട് വന്നിരിക്കണേ. കുറേ ബ്യൂട്ടിഫുൾ എനർജിയാണ്, കുറേ ലവിങ് എനർജിയാണ് നിങ്ങളുടെ. പക്ഷേ കൺഫ്യൂഷൻ്റെ എനർജിയും ഉണ്ട്. ഒരു ഏരീസ് എനർജി കാണാണ്ട് നിങ്ങളുടെ ലൈഫിൽ വരണു. ഒരു പുതിയ തുടക്കമുണ്ട് ലവ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ മാസം ഞാൻ കാണുന്നത് ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഇവിടെ ഏരീസും വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ ഒരു ഏരീസ് ആവാം. ഓക്കെ, പക്ഷെ ഫ്യൂച്ചറിൽ ഞാനൊരു അക്വേരിയസ്, ലീബ്ര, ജെമിനായി ആണ് കാണുന്നത്. പക്ഷെ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകണമെന്ന്. കമൻസിൽ എഴുതി പറയുക ഇത് മാതിരി തന്നെയാണോ കാര്യങ്ങൾ സംഭവിക്കണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോനെ സേവ് ചെയ്യുക. ഓക്കെ, എന്താ വെച്ചാൽ ഇത് നമ്മൾ തുടങ്ങിയിട്ടില്ല, മാസം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് വന്നിരിക്കണേ. യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യരുത്, മുമ്പോട്ടേക്ക് പോവുക. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് ഒരു സ്റ്റാഗ്നന്റ് ഫേസിൽ പോകരുത്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ 8 ഓഫ് സോഡ്സിൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ മെൻ്റലി നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പുതിയ തുടക്കം, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ എന്താ വേണ്ടതെന്ന് അറിയണില്ല. അതുകൊണ്ടാണ് ഓവറോൾ എനർജി 8 ഓഫ് സോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പൈസീസ്, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.